7 നിയോജക മണ്ഡലങ്ങളിലും UDF ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത്. 7 നിയോജക മണ്ഡലത്തിലും UDF ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത്. ഇപ്പോൾ ഫലം ഏതാണ്ട് അവസാനിക്കുമ്പോൾ 5 നിയോജക മണ്ഡലത്തിൽ ദയനീയമായി കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകാനുണ്ടായ കാരണം എന്താണ്? ആത്മപരിശോധന നടത്തണം. ഒറ്റ സംശയം മാത്രമേ നമുക്കുള്ളൂ. ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവുമായ കെ മുരളീധരൻ അറിഞ്ഞാണോ അറിയാതെയാണോ ഈ ഡീൽ നടന്നിട്ടുള്ളത് എന്ന് ആത്മപരിശോധനയ്ക്ക് ബന്ധപ്പെട്ട ആളുകൾ വിധേയമാക്കണം. കഷ്ടം. ആദ്യം സ്വന്തം പാർട്ടിയുടെ തോൽവി അംഗീകരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ കോൺഗ്രസ് BJPക്ക് വേണ്ടി വോട്ട് മറിച്ചു എന്ന് പറഞ്ഞ് ഇടതുപക്ഷം തോറ്റതിന്റെ ആഴം മറച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. ഇടതുപക്ഷം തോറ്റാൽ ആദ്യം ഇവർ പറയുന്ന കാര്യം ഒന്നെങ്കിൽ BJP വോട്ട് മറിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ട് മറിച്ചു. ഇതല്ലാതെ ഇടതുപക്ഷം തോറ്റാൽ ആദ്യം തോൽവി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് എവിടുന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? ആദ്യം തോൽവി അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ സ്വന്തം പാർട്ടിയുടെ തോൽവി മറ്റൊരു പാർട്ടിയുടെ മേൽ കെട്ടിവെക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ കേരളത്തിൽ കനൽത്തരിയായി ഇരിക്കുന്ന ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി BJPക്ക് വോട്ട് മറിച്ച് നൽകിയിട്ട് കോൺഗ്രസിന് എന്താണ് കാര്യം?